ജഡായു സ്തുതിയാണ് അടുത്തതായിട്ട് പാരായണം ചെയ്യേണ്ടത്. സമ്പൂർണ്ണ അധ്യാത്മ രാമായണ പാരായണം ശ്രീമംഗലം പകൽ വീട് എന്നറിയപ്പെട്ട ശ്രീമംഗലം അയോജന സേവാ കേന്ദ്രത്തിൽ വെച്ച് ഇന്ന് സമ്പൂർണ്ണ രാമായണ പാരായണമാണ്. ആനന്ദ് എന്ന രാധാമണി ടീച്ചറുടെ മകൻ്റെ പിറന്നാളുമാണ്. അതിനോടനുബന്ധിച്ച് നടത്തുന്ന സമ്പൂർണ്ണ പാരായണം. എല്ലാവർക്കും എല്ലാവിധ നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ജഡായു സ്തുതി. അഗണ്യ ഗുണമാദ്യം അവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരം ആനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം महित कटाक्षमिच्छेदितामरसुजं रहितावली सुगं गिरिरामनोहरं श्यामलं जडामूलोजलं चापसरं कोमलाकराम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीयरूपमीडितं शतं रविवासुरमभीष्टप्रदं शरणदं सुरपादपमूलरचितनिरायनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवकारणदवदहनमोदेयं भवपङ्कज भवमुखदैवतं देवं धनुजपदी कोटिसहस्रविनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनापूरं भगवत्स्वरूपिणं भववीरविरहितं मुनिसेवितं परं भवसागरतरणामृतोदकं नित्यं भवनाशयानिशं प्रणतोऽस्म्यहं रामं गिरिशगिरिसुराहृदयाम्बुजवासं गिरिनायकधरं गिरिभक्षादिसेव्यं सुरसञ्जयतनुसेवितपादं सुरवमणिनिभं प्रणतोऽस्म्यहं रामं परिवर्तितमनीषिणां परपुरुषगुणभूतिसन्तुष्टात्मनां परलौकिकहितनिरतात्मनां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं स्मितसुन्दरविकसितवक्त्राम्बोरुहं स्मृतिगोचरचरामसिताम्बुजकळेबरं सितपङ्कजचारुनयनं रघुवरं श्रीनन्दिनीवरं प्रणतोऽस्म्यहं रामं जलपत्रगुहस्थिति രവിമണ്ഡലം പോലെ സകല ചരാചര ദുഃഖങ്ങളിൽ വാഴും പരിപൂർണാത്മാനമദ്വയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപവേദേന ഗുണ ത്രിലയ വിരാജിതം കേവലം വിരാജന്തം മുനീജനമജം ചിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥ ശതകോടി സുന്ദര കലേവരം ജന്മനാശാദീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യാനാധാരം നിത്യം നിർമ്മമാത്മാരാമം പ്രണതോസ്മ്യഹം രാമം സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമാ അസ്തുതി ഭദ്രം ഗച്ഛ പദമേ വിഷ്ണുപരം സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവരും വന്നിടും സാരൂപ്യം പക്ഷീന്ദ്രാനിനെ പോലെ മത്പരായണനായ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി ബ്രഹ്മപൂജിതമായ ഫലവും പ്രാപിച്ചുവേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. വായിക്കാൻ തുടങ്ങിക്കോ, അത് പിന്നെ എടുത്തു വെക്കാം.